ഒരു ചാൻസ് എടുത്ത് തരാം. പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നത്, നിങ്ങൾക്ക് ഈ സിനിമ എന്താണെന്ന് ഗസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒന്നെങ്കിൽ ഈ സൈഡിൽ വന്ന് നിൽക്കണം, അല്ലെങ്കിൽ ഈ താര വന്ന് നിൽക്കണം. റസാഖ് നമ്മളോട് മുന്നോട്ടേക്ക് വരും. നമ്മുടെ ക്യൂഫിയുടെ ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം നമുക്ക് കിട്ടും. 8+8 എങ്ങനെ 4 ആവും? ആഞ്ജനേയനറിയാം, ആഞ്ജനേയ സ്വാമി. നമുക്ക് വെറൈറ്റി ഉത്തരങ്ങളുണ്ട്. നേരത്തെ എന്താണ് പറഞ്ഞത്? ഒന്ന് പറഞ്ഞ ഉത്തരം കണക്ക് തെറ്റ് പോലല്ല. 8+8 എങ്ങനെ 4 ആവും? മുകളിൽ നിൽക്കുന്ന ഇത്രയും ക്രൗഡ് ഉണ്ട്. നിങ്ങൾക്ക് Q-Free 2025 4, 5, 6 ഒരു ടിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്നൊന്ന് മാറി ചിന്തിച്ചാൽ മതി. 8+8 എങ്ങനെ 4 ആകും? ഇവിടെ ഇതിന് കണക്ക് ഭാഷയുണ്ടോ? ഇതിന് മാത്തമാറ്റിക്സ് കണക്ക് ഭാഷ ആഗ്രഹമുണ്ടോ? എന്നാരും നല്ലത് കണക്ക് ഭാഷ ആഗ്രഹമുണ്ടോ? ആരുമില്ല, ഭാഗ്യം. യെസ്, കം ഓൺ. 8+8 എങ്ങനെ 4 ആകും? ഒരു ക്ലൂ വേണോ? ക്ലൂ വേണമെങ്കിൽ എല്ലാവരും ഒരു കൈയ്യടി അടിച്ചേ. ഞാൻ നോക്കട്ടെ. ഈ കൈയ്യടിക്ക് ഞാൻ ക്ലൂ തരത്തില്ല. എനിക്ക് നല്ലൊരു കൈയ്യടി വേണം. ഇനി ക്ലൂ കൊടുക്കല്ലേ? ശരി, സമയവുമായൊരു ബന്ധമുണ്ട്, നമ്മുടെ ക്ലോക്കുമായൊരു ബന്ധമുണ്ട്. ഇതാണ് ഫസ്റ്റ് ക്ലൂ. ക്ലോക്കുമായി നല്ലൊരു ബന്ധമുണ്ട്. യെസ് ചേട്ടാ, അറിയാമെങ്കിൽ വരും. എന്താ ചേട്ടാ? അല്ല. Come on, 8+8. Sorry. Yes. Oh, somewhat right. ഒന്നുകൂടെ പറയോ? ഓക്കെ, കറക്റ്റ് ആണ് കൊച്ചു പറഞ്ഞത്. പക്ഷെ അത് കറക്റ്റ് ആണ് ഫ്രെയിം ചെയ്തില്ലെന്നേ ഉള്ളൂ. അപ്പം ഉത്തരം എന്താണെന്ന് എല്ലാവർക്കും അറിയാനൊരു കൗതുകമില്ലേ? ഉത്തരം മറ്റൊന്നുമല്ല, 8 AM + 8 PM. ഓക്കെ, രാവിലെ 8 മണി കൂട്ടുക, രാത്രി 8 മണി തൊട്ട് കൂട്ടുക. അപ്പൊ 8+8 എത്ര വരും? പറയൂ. 4 o'clock. കറക്റ്റ് ആണ് ഉത്തരം. യെസ്, കൺഗ്രാറ്റുലേഷൻ. യെസ്, ജോഹാന ആണ് നമ്മുടെ തേർഡിന്റെ വിന്നർ. കം ഓൺ. ഇപ്പോഴും ഉത്തരം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ ഉത്തരം? മനസ്സിലായില്ല? ശരി, നമുക്കൊരു രാവിലെ ഒരു 8 AM കൂട്ടിക്കോ. 8 AM കൂടെ +8 ഒന്ന് ചെയ്ത് നോക്കേ. എന്താണ്? 4 o'clock ആണല്ലേ? കിട്ടിയോ? മനസ്സിലായോ? ഇത് എന്റെ സ്വന്തം ചോദ്യമല്ല, ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് എടുത്ത ചോദ്യമാണ്. എനിക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മുടെ കൊല്ലത്താണല്ലോ നമ്മുടെ ഈ Q-Free 2025 നടക്കുന്നത്. അപ്പൊ കൊല്ലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം. അല്ല വേണം, കേരളമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാവാല്ലേ? ചുമ്മാ കൊല്ലം മാത്രം നമ്മൾ നോക്കണം. നമ്മൾ Q-Free നമ്മൾ കൊല്ലക്കാരെ മാത്രമല്ല, കേരളം മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കേരളത്തിന് മാത്രമല്ല, നമുക്ക് ഒരു സൂപ്പർ ചോദ്യം ചോദിക്കാം. ശരി, ഓക്കെ. കേരളത്തിൽ തന്നെ ഏറ്റവും പരക്കമേറിയൊരു സ്ഥലം, സിറ്റി ഇൻ കേരള, ഓൾഡസ്റ്റ് സിറ്റി ഇൻ കേരള. ഇന്റർനെറ്റിൽ നോക്കിയാൽ ഞാൻ 10 സെക്കൻഡ് തരും. കമോൺ, ഞാനൊരു 10 സെക്കൻഡ് തരും. 1
കൊടുക്കണോ എന്നുള്ളത് നമ്മൾ ഓർഗനൈസേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. കൊടുക്കണോ? ഇന്റർനെറ്റിൽ നോക്കിയിട്ട് ഉത്തരം പറഞ്ഞ കൊടുക്കണോ? ആ കൊടുക്കാം. തീർച്ചയായിട്ടും പറഞ്ഞ ഇങ്ങോട്ട് ഇറങ്ങി വന്നോ. നല്ലൊരു കൈയ്യടി ചേട്ടൻ കൊടുത്തേ. ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ടിക്കറ്റ് സെയിൽസ് ഇവിടെ ഓപ്പൺ ആണ്. അപ്പൊ ഈ ഒരു കുസൃതി ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടും. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടിക്കറ്റ്സ് വാങ്ങാവുന്നതാണ് ഇവിടെ വെച്ച് തന്നെ. യെസ്, ചേട്ടൻ പേര് ചേട്ടന്റെ സ്ഥലം എവിടെയാണ്? കൊല്ലം തന്നെ. യെസ്, അപ്പൊ നമ്മുടെ ക്യൂ ഫ്രീ 2025 ടിക്കറ്റ് നമ്മൾ ചേട്ടൻ നൽകുകയാണ്. താങ്ക് യു ചേട്ടൻ. അപ്പൊ പത്തായിട്ട് ഫുള്ള് വന്നു. ഓക്കെ ശരി. ഓക്കെ, ഇനി ഫൈനലായിട്ട് ഒരിത് കൂടെ ഞാൻ ചോദിക്കാം. അത് കഴിഞ്ഞ ശേഷം ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഈ പാട്ടെല്ലാം കഴിഞ്ഞൊന്ന് കുറച്ചുകൂടെ നമുക്കൊന്ന് അടിച്ചു പൊളിച്ചിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. കുറച്ച് ഗെയിംസും കുറച്ച് ചോദ്യങ്ങളായിട്ട്. അപ്പം നമ്മൾ ഇത്ര നേരം കുസൃതി ചോദ്യങ്ങളല്ലേ ചോദിച്ചത്. ഇനി നമുക്കൊരു ഗെയിം ആയാലോ? ഓക്കെ, ഗെയിം ആയാലോ? യെസ് ചേച്ചി, ഗെയിം ആയോ? മതി, സെറ്റ്. ഗെയിം ആയാലോ? എന്ത് പറയുന്നു? ഓക്കെ, അപ്പൊ ഗെയിമിനായി ഈ ഒരു വേദിയിലേക്ക് നമ്മുടെ ഓൾ ഇൻ ഓൾ അവിടെ, യെസ്, ഓൾ ഇൻ ഓളിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഓൾ ഇൻ ഓളിനെ വിളിക്കും. ഓക്കെ, നമ്മുടെ വൃന്ദ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഗെയിം മറ്റൊന്നുമല്ല, നിങ്ങൾ ഡോക്ടർ ഷെറാക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഷെറാക് ഗെയിംസ്. ഇപ്പൊ വൃന്ദ ഇവിടെ ഒരു സിനിമ അഭിനയിച്ച് കാണിക്കും. നിങ്ങൾ അത് ഏതാണ് എന്ന് ഗസ് ചെയ്യുക. നമ്മൾ ആദ്യമേ തന്നെ ഒരു പഴയ പടമാണ് ഇവിടെ നമ്മൾ ഗസ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഒരു പഴയ പടം. അപ്പൊ ഈ പഴയ ആൾക്കാർക്ക് എല്ലാം പെട്ടെന്ന് തത്വമായിരിക്കും ഈ ഒരു സിനിമ ഏതാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റുമായിരിക്കും. കാണാൻ പറ്റുന്നുണ്ടോ വൃന്ദാനെ? താരോട്ട് ഇറങ്ങി വരുന്നോ? ഇത് എളുപ്പമാണ്. ഇതിന് ഉറപ്പായിട്ടും നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഫ്രീയുടെ ടിക്കറ്റ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. ആൻഡ് ഓൾസോ ഞാൻ പറയുകയാണ്, ഇവിടെ നമ്മുടെ ടിക്കറ്റ് സെയിൽസ് ഇപ്പോഴും ഓപ്പൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ടിക്കറ്റ്സ് ഇവിടെ വെച്ച് ഒന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ വൃന്ദ, കാണിച്ചോ? ഓക്കെ ഓക്കെ, ഒന്നുകൂടെ എല്ലാ സൈഡിലും പോയി നിന്ന് കാണിച്ചോ. അപ്പൊ നമ്മൾ ഈ സൈഡിലുള്ള ഓഡിയൻസ് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. യെസ്, കിട്ടിയോ? ആരെങ്കിലും കിട്ടിയോ? ഒന്നുകൂടെ കാണിച്ചോ. വൃത്തിക്ക് കാണിച്ചോ. എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും മനസ്സിലായില്ല. വടക്ക് നോക്കി യന്ത്രമാണ്. അതെ കാണിച്ച വടക്ക് യന്ത്രം. ഓക്കെ, അപ്പൊ ചേട്ടന് ഗിഫ്റ്റ് നൽകാൻ വേണ്ടി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ഖുറേഷ്. യെസ്, കൺഗ്രാറ്റുലേഷൻ. ഒരു ചാൻസ് എടുത്ത് തരാം. പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നത്, നിങ്ങൾക്ക് ഈ സിനിമ എന്താണെന്ന് ഗസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒന്നെങ്കിൽ ഈ സൈഡിൽ വന്നിക്കണം, അല്ലെങ്കിൽ ഈ താര വന്നിക്കണം. ഓക്കെ, നമ്മൾ എല്ലാ സൈഡിൽ നിന്ന് കാണിക്കാൻ നോക്കാം. റസാഖ് നമ്മളോട് മുന്നോട്ടേക്ക് വരും. നമ്മുടെ ക്യൂ ഫ്രീയുടെ സ്വന്തം എല്ലാമായത് നമ്മുടെ ഓൾ ഇൻ ഓൾ റസാഖ് ഈ ഒരു വേദിയിലേക്ക് എത്തി. റസാഖിന് നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഒരു സിനിമ ഞാൻ ചെവിയിൽ പറഞ്ഞു, ആവേശത്തിൽ ഫോർത്ത് ക്ലാസ്സിലും കാട്ടി അടിപൊളിയായിട്ട് അഭിനയിക്കുമെന്നാണ് നമ്മളോട് ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞത്. സത്യമാണ്, അത്യാവശ്യം അഭിനയിക്കും. അപ്പൊ റസാഖ് ഒരു സിനിമ കാണിക്കും. അപ്പൊ നിങ്ങൾ ഗസ് ചെയ്യുക. നിങ്ങൾ ഗസ് ചെയ്ത് ഉത്തരം ശരിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്യൂ ഫ്രീ 2025 ഫ്രീ ടിക്കറ്റ് ആയിരിക്കും ലഭിക്കുന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ പറഞ്ഞുകൊള്ളുന്നു, 2025 നമ്മുടെ ക്യൂ ഫ്രീയുടെ ടിക്കറ്റ് ഇവിടെ ഇപ്പം ലൈവായിട്ട് സെയിൽസ് ഓപ്പൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാം.
ഓക്കെ, റസാഖ് ഞാൻ ശരി പറഞ്ഞുതരാം കേട്ടോ, മൈക്ക് മാറ്റി. വളരെ എളുപ്പമുള്ള ഒരു സിനിമയാണ്. അപ്പം ഈ പഴയ ആൾക്കാർക്ക് പുതിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഗസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ സിനിമ പറഞ്ഞത്. ഓക്കെ, റസാഖ് സ്റ്റാർട്ട്. എല്ലാ സൈഡിൽ നോക്കി അഭിനയിക്കണേ. അവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, പിന്നെ മുകളിലേക്ക് കൂടെ നോക്കി. യെസ്, എനി ഗസസ്? നിനക്ക് പറഞ്ഞൂടാ, അവർക്ക് പറയാമോ? യെസ്, നിനക്ക് പറയാം. യെസ്, അവിടെ ഇവിടെ നിനക്ക് പറഞ്ഞൂടാ. ഓക്കെ, ഞങ്ങൾ എല്ലാ സൈഡിൽ നിന്ന് കാണിക്കുന്നതായിരിക്കും. വെയിറ്റ്, ആരും ഉത്തരം പറയില്ല, ആരും ഉത്തരം പറയില്ല. എല്ലാ സൈഡിലും നമ്മൾ കാണിക്കുന്നതായിരിക്കും. കമോൺ. അയ്യോ ചേട്ടാ, നമ്മൾ കൈ നോക്കി കഴിഞ്ഞാൽ മാത്രം ഉത്തരം പറയാൻ പറ്റത്താണോ? ശരി, കുഴപ്പമില്ല, നമ്മൾ ചേട്ടനെ വിളിക്കാം. ചേട്ടൻ ഇങ്ങോട്ട് വന്നോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വേറൊരു അവസരം വീണ്ടും നൽകുന്നതായിരിക്കും. ചേട്ടാ മുന്നോട്ടേക്ക് വരിക. പക്ഷേ സിനിമയുടെ പേര് ശരിയല്ല പറഞ്ഞത്. ഓ അങ്ങനെ, സിനിമയുടെ പേര് പറഞ്ഞ ശരിയല്ല. അതിന്റെ സിനിമയുടെ പേരെന്താണ്? പക്ഷെ അതല്ല സിനിമയുടെ പേര്. ഏകദേശം ചേട്ടാ, അപ്പൊ ചേട്ടന് ഒരു ടിക്കറ്റ് നമ്മൾ നൽകുകയാണ്. ഓക്കെ, ഇനി ബാക്കി ക്രൗഡിന് വേണ്ടി ഒരു അവസരം. യെസ്, ഡോക്ടർ ഖുറേഷ് ഈസ് ഹിയർ. യെസ്, താങ്ക് യു. ഫാമിലി ആയിട്ട് വരിക, അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനെ കൂട്ടി ഇതിനെ കുറിച്ചെല്ലാം ആക്കിക്കുക. ഓക്കെ, ഫൈനൽ നമ്മൾ ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി പരിപാടികൾ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് കുസൃതി ചോദ്യങ്ങളുമായിട്ട് വരത്തുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവരും അറിയിച്ചു കൊള്ളുന്നു, നിങ്ങൾക്ക് ഫാമിലി ആയിട്ടായിക്കോട്ടെ ഫ്രണ്ട്സ് ആയിട്ടായിക്കോട്ടെ നിങ്ങൾക്ക് ഒരു ക്വീൻ ഫ്ലീ 2025 അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പം മാറുന്ന കൊല്ലത്തിന് മാറ്റങ്ങളുടെ കൂടെ തന്നെ മിന്നിത്തിളങ്ങാൻ വേണ്ടിയാണ് ഞങ്ങൾ ക്വീൻ ഫ്ലീ 2025 നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ടിക്കറ്റ് സെയിൽ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആണ്. ഫൈനലായിട്ട് ഒരു സിനിമയും കൂടെ നമുക്ക് കൊടുക്കാം. പക്ഷേ റസാഖ് വേദിയിലേക്ക് വരും, ഒരെണ്ണം അഭിനയിക്കണം. പിന്നെ റൂൾസ് എത്രയേ ഉള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പഴേ കൈ പൊക്കരുത്. ഞാനൊരു ടൈം പറയും, ആ ടൈമിൽ നിങ്ങൾ കൈ പൊക്കുക. നിങ്ങൾ ആ സമയത്ത് താരോട്ടോടി എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാർക്കായിരിക്കും ഈ ഉത്തരം പറയാനുള്ള അവസരം നൽകുക. മുകളിൽ നിന്ന് ദയവ് ചെയ്ത് ആരും വിളിച്ച് പറയല്. ചോദ്യം ചോദിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട് എല്ലാവരോടും, ദയവ് ചെയ്ത് ഉത്തരങ്ങൾ പറയുന്ന ആൾക്കാർ എൻ്റെ അടുത്തേക്ക് ആദ്യം ആരോടി വന്ന് ഉത്തരം പറയുന്നു അവർക്കായിരിക്കും സമ്മാനം. ഓക്കെ, ഡോക്ടർ ഖുറേഷ് പ്ലീസ് ഒന്ന് മുന്നോട്ടേക്ക് വരും. ഡോക്ടർ ഖുറേഷ് തന്നെ ഒരു സിനിമ സജസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ ചേട്ടനും അനിയനും കൂടെ ഡിസ്കസ് ചെയ്യാൻ ഏത് സിനിമ നിങ്ങളെ കാണിക്കണമെന്ന്. കാരണം നമ്മൾ ഇതോടെ ഫെയർ ആയിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാണ്, ഉത്തരം അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ നിന്നിട്ട് ഓടി വരുമ്പോഴേക്ക് സമയം എടുക്കും. അപ്പം ഉത്തരം അറിയാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നു. പറഞ്ഞു, ഇത്ര പെട്ടെന്ന് തന്നെ സിനിമകളെല്ലാം കണ്ടെത്തി വരുന്ന നമ്മുടെ ഡോക്ടർ ഖുറേഷിനെ പ്രത്യേകം നന്ദി അറിയിച്ചോളും ഈ ഒരു അവസരത്തിൽ. നല്ലൊരു കൈ കൊടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് സിനിമകൾ ആലോചിച്ചതല്ലേ. അപ്പൊ റെഡിയാണല്ലോ. അപ്പൊ റൂൾ ഇത്രേ ഉള്ളൂ, അവിടെ നിൽക്കുന്ന ആൾക്കാർ കാണണം, മുകളിൽ നിൽക്കുന്ന ആൾക്കാർ കാണണം. അപ്പൊ ഇവിടെ തന്നെ ഇങ്ങനെ കാണിക്കണം, എന്നിട്ട് ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, പിന്നെ ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ. എല്ലാ സൈഡിലും നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ എല്ലാം നമ്മൾ ചെയ്തിരിക്കും. പിന്നെ റൂൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഉത്തരം അറിയാന്നുണ്ടെങ്കിൽ ഓടി എൻ്റെ അടുത്തേക്ക് വരിക. എന്റെ കയ്യിൽ വന്ന് ആരാദ്യം അടിക്കുന്നോ അവർക്കായിരിക്കും ഉത്തരം പറയാൻ അവസരം. എന്ന് വെച്ചിട്ട് എന്നെ ആരും തള്ളിയിടുന്നത്. ഓക്കെ, ഫസ്റ്റ് ആ സൈഡ്. കമാൺ, ഇത് ഏത് സിനിമ? കമാൺ, കമാൺ, ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ? അറിയുമെങ്കിൽ വന്നോളൂ. അവിടെ ഞാൻ സമയം തരാം. നിങ്ങൾക്ക് ഇന്നലെ ആലോചിക്കാൻ വേണ്ടി ഒരു 2 മിനിറ്റ് സമയം തരാണ്. ഓക്കെയാണോ? ഓരോട്ടോടെ കാണിച്ചു, എല്ലാ സൈഡിലും ഓരോട്ടോടെ കാണിച്ചു. ഉത്തരം അറിയാവുന്ന ആരെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സോറി, നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മൾ ടിക്കറ്റ് തരാൻ പറ്റില്ല. നിങ്ങൾക്ക് താഴെ വരാൻ കിട്ടിയ അവസരം കണ്ടില്ല. മലയാളം നിങ്ങൾ ഇപ്പൊ വിളിച്ചു പറയല്ലേ, ദയവ് ചെയ്ത് വിളിച്ചു പറയല്ലേ.
വിളിച്ചു പറയല് ഒന്നുകൂടെ കാണിക്കണോ? വിളിച്ചു പറയല് ദയവ് ചെയ്ത് ഓടി വന്നോ. ഉത്തരം പറയൂ. എനിക്ക് കൈയ്യടി വന്നോ? ഓക്കെ, അറിയാം. അപ്പൊ വേറെ ആരും വന്നിട്ടില്ലല്ലോ, വേറെ ആർക്കും അറിയത്തില്ലല്ലോ. ഓക്കെ, പറഞ്ഞോ സിനിമ. യെസ്, 6ാം തമ്പുരാനാണ്. പേരെന്താ? യെസ്, അപ്പൊ ഗാഥയാണ് നമ്മുടെ അടുത്ത പേര്. അപ്പൊ ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് ഡോക്ടർ ഖുറേഷിനെ ഒരുമിച്ച് കൊടുത്തോ. ഡോക്ടർ ഖുറേഷിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം സിനിമ പറഞ്ഞത് ഡോക്ടർ ഖുറേഷ് ആണ്. കൺഗ്രാറ്റുലേഷൻ ചേട്ടാ.